ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ എക്സ്ട്രാക്റ്റിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിലും കസ്റ്റമർക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ എക്സ്ട്രാക്റ്റിന് അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മുടെ ഭാഗത്തേക്ക് വരാറുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ എക്സ്ട്രാക്ട് ആവശ്യപ്പെട്ടേക്കാം. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് ഇവിടെ DL എക്സ്ട്രാക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ സർവീസസ് ഓൺ DL എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. DL എക്സ്ട്രാക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിളുകൾ. ആ രീതിയിൽ തന്നെ കൊടുക്കുക. അടുത്ത കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്ത് ഗെറ്റ് DL ഡീറ്റെയിൽസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ഡാറ്റകൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ യെസ് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ RTO ഓഫീസ്, ഏത് RTO ഓഫീസിന്റെ കീഴിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത് സെലക്ട് ചെയ്യുക. പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസുകൾ ഒന്നുകൂടി ഇവിടെ ഷോ ചെയ്യും, അതൊന്ന് വെരിഫൈ ചെയ്യുക. മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മൊബൈലിലേക്ക് ജനറേറ്റ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കസ്റ്റമറുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലിങ്ക് ആയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP സ്വീകരിക്കുക. വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം ഓതന്റിക്കേറ്റ് വിത്ത് സാരഥി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് DL എക്സ്ട്രാക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്താണ് റീസൺ, എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ ചോദിക്കുന്നുണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ പല ആവശ്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാരേജ്, അതേഴ്സ്, മാരേജ് രജിസ്ട്രേഷൻ, പിന്നെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ലോണ്, ക്ലെയിം ഇൻഷുറൻസ്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പം അതേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. കൺഫേം ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരിക. ഈ പറയുന്ന കൺസെന്റ് ബോക്സ് ടിക്കറ്റ് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് നിലവിൽ കാണിക്കുന്നില്ല, സോ നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡിന്റെ ആവശ്യമില്ല. ഇവിടെ പ്രിന്റ് അക്നോളജ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കസ്റ്റമർക്ക് വേണമെങ്കിൽ ഇതിന്റെ പ്രിന്റ് എടുത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ അപേക്ഷ കൊടുത്തതിന്റെ പ്രിന്റ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ അപേക്ഷ നമ്പർ വന്നിട്ടുണ്ടാവും. കൊടുത്തിരിക്കുന്ന ആളുടെ അപേക്ഷ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വന്നിട്ടുണ്ടാവും. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അടുത്തായിട്ട് നമ്മൾ ഫീ പേയ്മെന്റ് ആണ് ഇതിലേക്ക് ചെയ്യേണ്ടത്. പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ടോട്ടൽ വരുന്ന ഫീ എന്നുള്ളത് 80 രൂപയാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. സെലക്ട് ചെയ്യുക. ഈ ട്രഷറി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. പേ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എഗ്രി ബോക്സ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ട്രഷറി ആണ്, അതിലേതെങ്കിലും ഒരു പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യുക. പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കാർഡുണ്ട്, UPI ഉണ്ട്, നെറ്റ് ബാങ്കിങ് കാര്യങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് കാർഡാണ്. കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കാർഡ് സെലക്ട് ചെയ്തു. കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അല്പസമയം നമ്മളൊന്ന് കാത്തിരിക്കുക. ഇവിടെ നമുക്ക് ക്ലിക്ക് ഹിയർ ഫോർ പ്രിന്റ് റെസിപ്റ്റ് എന്ന ഓപ്ഷൻ കാണിക്കും, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇതിന്റെ റെസിപ്റ്റ്, പേയ്മെന്റ് അടച്ചതിന്റെ റെസിപ്റ്റ് നമുക്ക് ആവശ്യമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്നതാണ്.